ഞാറ്റുപാട്ടിന്റെ ശീലും താളവും ഇടചേർന്ന് ഹരിതശോഭ തീർത്ത ഒരു നാടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ പഞ്ചായത്തിലെ കീഴമാം പാടശേഖര. നെൽകൃഷിയുടെ നന്മയും മേന്മയും തിരിച്ചറിഞ്ഞ ഒരു നാടാണ് കീഴമാകം. ഞാറ്റടികൾ തയ്യാറാക്കലും വിത്ത് നനയ്ക്കലും വിത്ത് മുളപ്പിക്കലും ഞാറ്റടികളിൽ നെൽവിത്തുകൾ വിതയ്ക്കലും കൊയ്ത്തുപാട്ടിന്റെയും ഞാറ്റുപാട്ടിന്റെയും താളങ്ങൾ ജീവിത ചക്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കീഴമാകത്തെ കർഷകർക്ക്. പരമ്പരാഗതമായി കൈമുതലാക്കിയ നെൽകൃഷി എന്ന ഒരു ജീവിതചര്യയെ എന്നും നെഞ്ചോട് ചേർത്ത ഒരു ജനവിഭാഗം കീഴമാകത്തുണ്ട്. ഏകദേശം 100ഓളം കർഷകരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ പാടത്തെ മനോഹരമായ ഈ പച്ചപ്പ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ ഹരിത സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർഷകരുടെ ആത്മാർത്ഥവും ത്യാഗപൂർണവുമായ ഇടപെടലിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ പാടത്താണ് ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാടത്ത് 2ാം വിളയാണ് നെൽകൃഷി ചെയ്യുന്നത്. 1ാം വിള നെൽകൃഷി കഴിഞ്ഞു, അടുത്ത 2ാം വിളയും നെൽകൃഷിയാണ്. നെല്ല് കതിരാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പാടത്ത് നെല്ലുകളെല്ലാം കതിരായി അടുത്ത കൊയ്ത്തിലേക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഞങ്ങളുടെ പാടത്തിലെ നെൽകൃഷി വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. കീഴമാകം പാടം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പാടം. 55 ഏക്കറുണ്ട്. 22 ഗെറ്ററാണ് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചെങ്കൽ പഞ്ചായത്തിൽ കീഴമാകം വാർഡിൽ 19ാമത്തെ വാർഡിലാണ് ഈ ഏല വരുന്നത്. അങ്ങനെ ഇപ്പൊ 2ാം വിളയ്ക്ക് വേണ്ടി ആളുകളെല്ലാം ഉഴുതു പറക്കി വയലൊരുക്കിക്കൊണ്ടിരിക്കുന്ന സീസണാണ്. 3 ഐറ്റം നെല്ല് നടനുണ്ട്. ഉമ നടനുണ്ട്, കൊച്ചുവിത്ത് നടനുണ്ട്, പാലക്കാട് നടനുണ്ട്, ജയ നടനുണ്ട്. ഇതിൽ ഇപ്പൊ ഒരു ചാലടിച്ച് അരിവ് വെട്ടി ഇട്ടതിന് ശേഷം അടുത്ത ഒരു ചാലൂടെ അടിച്ച് 3ാം ചാല് അടിച്ചാൽ വേണം, തട്ട് വെട്ടി വേണം, വിത്ത് പൊടിപ്പിച്ച് വേണം വിത്ത് പാവാൻ. പാവി 25 കഴിയുമ്പോ ഈ ഞാർ എടുത്ത് നടണം. ഇളക്കി നടയെ അല്ലെങ്കിൽ വണ്ടിക്ക് നടണമെങ്കിൽ 11 ദിവസം കഴിയുമ്പോ വണ്ടിക്ക് നടേണ്ടി വരും. ഇപ്പൊ നമ്മളിവിടെയൊക്കെ നടന്ന് കൈക്കാണ് പറിച്ച് നടന്നത്. അപ്പൊ 25 ദിവസം ആകുമ്പോ പറിച്ച് നടും. അങ്ങനെ ഇപ്പൊ 1ാം വിള കഴിഞ്ഞ് 2ാം വിളയ്ക്ക് വേണ്ടി വയലൊരുക്കി തുടങ്ങി. നടാനുള്ള വയലുകളൊക്കെ ഉഴുത് അരുവട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാറ് പാവി പൊടിച്ച് 10-12 ദിവസമൊക്കെ ആയി. ഇപ്പൊ പാവണവരുണ്ട്, ഇനിയും പാവാൻ വേണ്ടി ആൾക്കാർ വിത്ത് വെള്ളത്തിട്ടിക്കുന്നവരുണ്ട്. ഇത് ആദ്യമായിട്ട് വിത്ത് പാവാൻ വേണ്ടിയുള്ള വയലൊരുക്കണം. വയലൊരുക്കിയിട്ടതിന് ശേഷം മാത്രം വിത്ത് വെള്ളത്തിടുള്ളൂ. വിത്ത് വെള്ളത്തിട്ട് 3ന്റെ അന്ന് വിത്ത് ഒന്നുകൂടി മറവണം. മറവി 4ന്റെ അന്ന് ആകുമ്പോഴത്തേക്ക് അതെല്ലാ വിത്തും പൊടിച്ച് പഞ്ചവും കൊള്ളും. 4ന്റെ അന്ന് പിന്നെ തട്ട് വെട്ടി അരിച്ച് വേണം ഈ വിത്ത് പാവാൻ. അരിക്കാതെ പാവുകയാണെങ്കിൽ ആ കുണ്ടും കുടിയിലൊന്നത് കെട്ടുപോകും. ആ രീതിയിൽ വേണം വയലിൽ ആറ്റടി ഒരുക്കണം, വൃത്തിയാക്കിയാലേ ഇത് നടക്കുള്ളൂ. 50 സെന്റിൽ നമ്മളിപ്പോ 25 കുട്ട ചാണകം വേണ്ടി വരും, 10 കെട്ട് കുഴ വേണ്ടി വരും. അത് 2 ചാൽ അടിച്ചതിന് ശേഷം മാത്രമേ ഈ കുഴയിട്ട് 3ാം ചാല് ഇളക്കിയാലേ നടാൻ വെക്കുള്ളൂ. എനിക്ക് 4 ചാല് വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ 3 ചാലിലാണ് ഇവിടെ വയലുകൾ നട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് പാവണാണെങ്കിൽ വയല് എല്ലാ വയലിലും വിത്ത് പാവിയാ വിത്ത് പാവാൻ വെക്കൂല. വെള്ളം കെട്ടുകയാണെങ്കിൽ വിത്ത് കെട്ടുപോകും. അപ്പോൾ നമ്മൾ തൊപ്പ കീഴ്മേലുള്ള വയലിൽ കൊണ്ടുവന്ന് വേണം വിത്ത് പാവാൻ. വിത്ത് പാവി അല്ലെങ്കിൽ വെള്ളം കെട്ടുകയാണെങ്കിൽ വേറെ വെള്ളം വന്ന് ഒലിച്ച് വരണമെങ്കിൽ അത് ഇല്ലാതെ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള വയലുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ വയലിലും വിത്ത് പാവിയ വിത്തൊന്നും കിട്ടുകയില്ല, പൊടിക്കുകയില്ല, ഞാർ ഇളക്കാൻ കിട്ടുകയില്ല. ഞാനിപ്പോ വിത്ത് പാവാൻ വേണ്ടി 2 അടി അടിച്ചിട്ടതിന് ശേഷം ചാണകം കൊണ്ടിട്ട് വാരിച്ചെക്കി പിന്നെ 1 അടി കൂടി അടിച്ച് ചവിട്ടി നിരത്തി ലെവല് ചെയ്ത് വെച്ച് മീറ്റ് തട്ട് വെട്ടി തട്ട് അരിച്ച് പിന്നീടാണ് 4ന്റെ അന്ന് പൊടിച്ച് കിടക്കണ വിത്ത് കൊണ്ടുവന്ന് പാവാൻ വെക്കുള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്താലേ വിത്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും കിട്ടാനൊന്നുമില്ല. വിത്ത് പാവി പൊടിച്ചാൽ 25 ദിവസം വേണം. വിത്ത് പാവണം അന്ന് പോലെ 25 ദിവസം ഉണ്ടെങ്കിലേ പറിച്ച് നടാൻ വെക്കുള്ളൂ. അതിന് മുമ്പേ പറിച്ച് കേട്ടാൽ ഇത് വെള്ളത്തിൽ കൊണ്ട് നട്ടാൽ നിൽക്കുകയൊന്നുമില്ല, അത് നിലയ്ക്കുകയില്ല, മറിഞ്ഞു പോകും, ജീര് പോലെ ഇരിക്കും. അതുകൊണ്ട് 25 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഈ പറിച്ച് നടാൻ പാടുള്ളൂ. 100 മുടി ഞാർ ഇളക്കി നടന്നതിന് 1200 രൂപ കൂലി കൊടുക്കണം. 100 മുടി ഞാറെന്ന് പറഞ്ഞാൽ ഓരോ കപ്പാവെന്ന് പറഞ്ഞാൽ ഒരു പിടിയുണ്ട്, പിടിക്കണ 3 കപ്പാവാണ് ഒരു മുടി. അങ്ങനെ 100 മുടി 2 പേരുണ്ടെങ്കിലേ 100 മുടി ഇളക്കി നടുവുള്ളൂ. വിത്ത് പാവിയാല് പ്രാവിന്റെ ശല്യമുണ്ട്, വയറ്റ കൊക്ക് അത് ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി തോരണം പോലെ വല്ല പൊടിയൊക്കെ വെച്ച് കെട്ടിയാണ് വിത്ത് പാവിയ സംരക്ഷിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രാവ് കൊണ്ടുപോകും, കൊക്ക് വന്നിരുന്ന് ചവിട്ടി നശിക്കുകയും ചെയ്യും. വേറൊരു കോഴി പോലത്തെ ഒരു സാധനമുണ്ട്, അവര് വന്ന് ഇതിന്റെ കിണ്ടി കളച്ച് പറിക്കാതെ തിന്നുകൊണ്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ ഒരുക്കി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരടൊക്കെ വലിച്ചു കെട്ടി തോരണം പോലെ കെട്ടിയാണ് വിത്ത് ഇപ്പൊ പാവണത്. 10-40 കൊല്ലം കൊണ്ട് ഈ കൃഷിയുടെ കൂടെ നടക്കുകയാണ്. ഈ കൃഷി ചെയ്തുകൊണ്ട് എനിക്ക് വേറെ വരുമാനങ്ങളുള്ളത് കൃഷി ചെയ്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമുണ്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് വീടിയും അരിവ് വെട്ടിയും കളപറിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഇതിൽ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമുണ്ടാവും.
എല്ലാം നടന്നു അങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്താൽ നമുക്ക് നല്ല വിഷമില്ലാത്ത അരി കൊണ്ട് കഞ്ഞി കുടിക്കാം, ഭക്ഷണത്തിലേക്ക് കുടിക്കാം. പിന്നെ വൈക്കോല് മാട്ടിന് കൊടുക്കാം, വൈക്കോലുണ്ട്. പിന്നെ അതിൽ തന്നെ വൈക്കോല് കൊടുക്കും, മാട് കിട്ടുമ്പോൾ അതിനുള്ള ചാണകമുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഈ അറുത്ത് പയറാണ് നടന്നത്. 2-3 ഇനം പയറുകളുണ്ട്. എൻ്റെ 4 ഐറ്റം പയറുണ്ട്. ആ പയർ ഒക്കെ നമ്മൾ അറുത്തതിന് ശേഷം ഇടും. മകരത്തിൽ അറക്കുമ്പോൾ മകരത്തിൽ പയർ വരയ്ക്കും. മേടത്തിൽ പിന്നെ പയർ തീരുമ്പോൾ പിന്നെ മേടത്തിൽ പിന്നെയും വിത്ത് വേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി. 2 പ്രാവശ്യം നെല്ല്, 1 പ്രാവശ്യം പയറാണ് കീഴമ്പാവം പാടത്തിൽ നടക്കുന്നത്. കീഴമ്പാവം പാടം എന്ന് പറയുമ്പോഴത്തേക്ക് 85 കർഷകരോളം ഉണ്ട്. അതില് ഉടയക്കാർ എന്ന് പറഞ്ഞത് 8-10 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം പാട്ടത്തിനും ഒക്കെ ചെയ്യണവരേ ഉള്ളൂ. കർഷകരാണെങ്കിൽ കുറെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളത് ഇപ്പൊ നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളവരുണ്ട്. ഇത് ഒന്നും ഇപ്പൊ ഉള്ള കാലത്തുള്ള പിള്ളേരോട് പറഞ്ഞാലും പിള്ളേരൊന്നും കേൾക്കൂല. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ പിള്ളേർ, നമ്മളെ വീട്ടിലുള്ള പിള്ളേർ തന്നെ ചിലവർ സഹകരിക്കും, ചിലവർ സഹകരിക്കില്ല. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വലിയ പാടവും നല്ല ഒരേ നിറഞ്ഞ പാടം, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. കതിരായി വരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കാനൊക്കെ വരും. ചിങ്ങമാസത്ത് കല്യാണത്തിന് ആൽബം പിടിക്കാനും അതിലേക്ക് ഇതിലേക്കുന്നുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരു ഏലായാണ്. നടുക്കൂടി ഒരു റാമ്പ് കെട്ടി വിട്ടിട്ടുണ്ട്. ആ റാമ്പിൽ ഏലായിൽ ഇറങ്ങി വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. അവിടെ ആർക്കും തടസ്സമൊന്നുമില്ല. വരും കാലത്ത് കൂടുതൽ ആൾക്കാരെ വരുത്താൻ വേണ്ടി, ചെറുത്ത പിടിക്കാൻ വേണ്ടി പുതിയ ഐറ്റം നെല്ലുകൾ അവർക്ക് കാണാൻ വേണ്ടിയൊക്കെ നടന്നുണ്ട്. കരിനെല്ലൊക്കെ നടന്നുണ്ട്. നമ്മൾ കരിനെല്ല് നടന്നുണ്ട്, ജീരകശാല ഒക്കെ നടന്നുണ്ട്. ചെങ്കൽ പഞ്ചായത്തില് കീഴമ്പാവം വാർഡിൽ എവിടെ വന്നാലും ഇവിടെ വന്ന് കേട്ടാൽ ആരും പറഞ്ഞു കൊടുക്കും കീഴമ്പത്തേല. 100ഓളം കർഷകരുടെ ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമായി ഒരു വലിയ മേഖല തന്നെ നെൽകൃഷിയുടെ ജീവത്തുടുപ്പുകളായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ പാടത്ത് 2ാം വിള നെൽകൃഷിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. മനോഹരമായ ഞാറ്റടികളൊക്കെ ഈ പാടത്ത് ഒരുക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായ രീതിയിലാണ് ഇന്നും ഈ പാടത്ത് നെൽകൃഷി നടന്നു പോകുന്നത്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം ഒരു വലിയ സാധ്യതയായി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിലും തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയത്തുടുപ്പായ കീഴമ്പാവം പാടശേഖരത്തിൽ പരമ്പരാഗതമായ രീതിയിലുള്ള നടീൽ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷി കാഴ്ചകളാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. കീഴമ്പാവം പാടത്ത് ഞങ്ങളിവിടെ 2ാം വിള നെൽകൃഷിയാണ് ചെയ്യുന്നത്. 1ാം വിള നെൽകൃഷിക്ക് ശേഷം വീണ്ടും ഞാറ്റടികളൊക്കെ തയ്യാറാക്കി ഞാറുകൾ പാകി മുളപ്പിച്ച് പറിച്ചിട്ട ശേഷം നമ്മുടെ നെൽച്ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വരികയാണ്. ഇവിടെ ഇപ്പം കതിരാവാനുള്ള ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ നിന്നും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പലയിനം നെല്ലുകളൊക്കെ നമ്മുടെ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സുഗന്ധ ഔഷധ നെല്ലിനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൊച്ചുവിത്ത്, പൊന്നാര്യൻ, പാലക്കാടൻ, തുളുനാടൻ, അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ ഇനങ്ങളൊക്കെ ഈ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എന്റെ പേര് സത്യനേശനാണ്. ഞാൻ ഈ പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ്. മുൻകാലങ്ങളിൽ 2 ഏക്കറിലോളം കൃഷി ചെയ്ത് 1 ഏക്കർ 99 സെന്റ് കൃഷി ചെയ്തിട്ട് 1.5 ഏക്കറിൽ ഇപ്പൊ കൃഷി ചെയ്യുന്നു. നെൽകൃഷി രംഗത്ത് ഇറങ്ങിയിട്ട് 39-40 വർഷത്തോളമായി. അന്നത്തെ കാലത്ത് ഒരു തൊഴിലാളിയെ വിളിച്ചാൽ അവന് ഒരു 3/4 പറ 1 പറ നെല്ലിന്റെ അകം കൂലി കൊടുക്കാം. ഇന്ന് ആ കർഷകന് 5 പറ കൊടുത്താൽ അവൻ നെല്ലായി വാങ്ങൂല, അവൻ കാശായിട്ടേ വാങ്ങും. 1200 രൂപ ഇവയും ചെലവും അവന് കൊടുക്കണം. ആ കർഷകൻ അറക്കുന്ന മൊത്തം ഉൽപ്പന്നവും അവന് കൊടുത്താലും അവന്റെ കൂലിക്ക് തികയില്ല. അപ്പോൾ യന്ത്രവൽകൃതമായാണ് ഇപ്പോൾ ഒരു 4 പൂവ് കൊണ്ട് കൃഷി ചെയ്യുന്നത്, അറുത്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു അല്പ ആശ്വാസം ഉണ്ട്. ഞാറുപായി 30 ദിവസം കഴിഞ്ഞവിടെ പറിച്ചു നടണം. പറിച്ചു നട്ടാൽ 21-22 ദിവസത്തിനകം 1ാമത്തെ കള പറിക്കണം. ആ കളയില് ഉപയോഗിക്കേണ്ട വളമെന്ന് പറയുന്ന ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, യൂറിയ, ഇത് 3ഉം സമശ്രമമായി തുല്യ അളവുകളിൽ ചേർക്കണം. 2ാം വിളയ്ക്ക് യൂറിയ പകുതിയാക്കി 1ാം വിള ചെയ്തതിന്റെ പകുതി യൂറിയയും പൊട്ടാഷ്യം, ഫോസ്ഫേറ്റും അല്പം കൂടുതൽ മാറ്റി. അത് കഴിഞ്ഞ് വീണ്ടും 21 ദിവസം കഴിഞ്ഞ് അടുത്ത വളപ്രയോഗം നടത്തും. അപ്പോഴാണെങ്കിൽ പൊട്ടാഷ് ഒരു 60% പൊട്ടാഷ്യം 40% ഫോസ്ഫേറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിന്റെ നെൽകൃഷിയുടെ നെല്ലിന്റെ ആകെ വളർച്ച 3 മാസമാണ് 90. മൊത്തം നട്ടാൽ 120-130 ദിവസങ്ങളാണ് ഇതിന്റെ പ്രായം. അതിൽ 21-ന് ഒരു കള കഴിഞ്ഞാൽ അടുത്ത 21-ന് 8ാമത്തെ കള കഴിയുമ്പോൾ ഏകദേശം 75 ദിവസമായി. 3ാമത്തെ കള വീണ്ടും 21 ദിവസം കഴിഞ്ഞ് 3ാമത് കള പറിക്കേണ്ട വളം ഇടണം. 3ാമത്തെ വളവും കഴിഞ്ഞാൽ 1 മാസത്തിനകം കതിരാകും. കതിരായാൽ പിന്നെ കീടശല്യമില്ലെങ്കിൽ 30 ദിവസത്തിനകം പാകമായി കിട്ടും.